ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസസ് എന്നുള്ളതാണ്. ഇലക്ട്രിക്കൽ എനർജി കടത്തിവിടുമ്പോൾ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ഡിവൈസസ് ഫിഗർ 1.8 കാണിച്ചിട്ടുണ്ട്. ആദ്യത്തേത് സോൾഡറിംഗ് അയൺ, രണ്ടാമത്തേത് ഇലക്ട്രിക് ഹീറ്റർ, മൂന്നാമത്തേത് ഇമേർഷൻ ഹീറ്റർ. ഈ ഡിവൈസസിലെല്ലാം ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് കോയിലാണ്. കോയിൽ എന്ന് പറഞ്ഞാൽ കമ്പിച്ചുരുൾ. ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ നിക്രോം ആണ്. നിക്രോം എന്ന് പറയുന്നത് an alloy of nickel, chromium and iron ആണ്. അലോയ് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം പല മെറ്റൽസ് കൂടിച്ചേർന്നതാണ്. സോ നിക്രോം ഈസ് ആൻ അലോയ് ഓഫ് നിക്കൽ, ക്രോമിയം ആൻഡ് അയൺ. ഈ മൂന്ന് മെറ്റൽസ് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. നിക്രോമിലെ എൻ നിക്കൽ നോർക്കുക, ഐ അയൺ നോർക്കുക, ക്രോം എന്നുള്ളത് ക്രോമിയം നോർക്കുക, അല്ലെങ്കിൽ എൻ ഐ എന്നുള്ളത് നിക്കൽ നോർക്കുക, ക്രോം ക്രോമിയം ഓർക്കുക, അയണും കൂടെ ഓർക്കുക. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ഈ മൂന്ന് മെറ്റൽസിന്റെ പേരും ഓർത്തു വെക്കുക. ഈ നിക്രോം എന്തുകൊണ്ടാണ് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്? അതിന്റെ ഒരു റീസൺ നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, നിക്രോം ഹാസ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ കുറച്ചുകൂടി നല്ലത് ഹൈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നതാണ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. റെസിസ്റ്റിവിറ്റി ഈസ് the resistance of a substance of unit length and unit area of cross section. ഒരു യൂണിറ്റ് ലെങ്തും യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ 1 ആയിരിക്കണം. അതായത് 1 സെന്റിമീറ്ററോ 1 മില്ലിമീറ്ററോ ലെങ്ത് ആയിരിക്കണം. അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനും യൂണിറ്റ് ആയിരിക്കണം. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാൽ എന്താണ്? ഇതൊരു റോഡ്. ഈ റോഡിനെ നമ്മൾ സ്ലൈസ് ചെയ്യുക. സ്ലൈസ് ചെയ്യുമ്പോൾ ആ സ്ലൈസ് ചെയ്യുന്ന പാർട്ടിൽ നമുക്കൊരു ഷേപ്പ് കിട്ടും, അല്ലെ? ഇപ്പോൾ ഇതിന്റെ കേസിലാണെങ്കിൽ ഒരു സർക്കുലർ ഷേപ്പാണ് കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ സർക്കിൾ ആയിരിക്കും. അപ്പോൾ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉള്ള യൂണിറ്റ് ലെങ്ത് ഉള്ള സബ്സ്റ്റൻസിന്റെ റെസിസ്റ്റൻസിന് പറയുന്ന പേരെന്നേ ഉള്ളൂ റെസിസ്റ്റിവിറ്റി. സോ നിക്രോമിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമുക്ക് എഴുതാം, ഹൈ റെസിസ്റ്റിവിറ്റി. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ളതാണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ടെമ്പറേച്ചർ അറ്റ് വിച്ച് എ സബ്സ്റ്റൻസ് മെൽറ്റ്സ്. ഒരു സബ്സ്റ്റൻസ് ഉരുകുന്ന ടെമ്പറേച്ചറിനാണ് നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടെമ്പറേച്ചർ വരുമ്പോഴേ അത് ഉരുകിപ്പോകും. അങ്ങനെ ഒരു സബ്സ്റ്റൻസ് നമുക്ക് ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിക്രോമിന് എന്ത് പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് അതിനെ ഒരു ഹീറ്റിംഗ് കോയിലായിട്ട് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഹാസ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. മൂന്നാമത്തേത്, നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ നിക്രോം സ്വിച്ചും ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ റെഡ് ഹോട്ട് ആയിട്ട് മാറുന്നത് കണ്ടായിരുന്നു, അല്ലെ? നിക്രോമിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ വിതൗട്ട് ഗെറ്റിംഗ് ഓക്സിഡൈസ്ഡ് എന്നുള്ളതാണ്. അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാതെ റെഡ് ഹോട്ട് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ തുടരാനുള്ള നിക്രോമിന്റെ കഴിവ്. അതാണ് അതിന്റെ മൂന്നാമത്തെ പ്രോപ്പർട്ടി.
So ability to remain in red hot condition without getting oxidized. Oxidized means reacting with oxygen. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാതെ റെഡ് ഹോട്ട് കണ്ടീഷനിൽ ഒരുപാട് നേരം തുടരാൻ നിക്രോമിന് കഴിവുണ്ട്. നിങ്ങളുടെ പേജ് നമ്പർ 19 കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. നെയിം ദ പാർട്ട് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി ചേഞ്ചസ് ഇൻ ടു ഹീറ്റ് എനർജി. ഏതാണ് പാർട്ട്? ഹീറ്റിംഗ് കോയിൽ. സെക്കൻഡ് വൺ, വിച്ച് മെറ്റീരിയൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദിസ് പാർട്ട്? ആൻസർ ഈസ് നിക്രോം. Then third one, what are the peculiarities of such substances? First one, high resistivity. Second one, avaru thannittund ability to remain in red hot condition for a long time without getting oxidized. മൂന്നാമത്തേത് നമുക്ക് എന്തെഴുതാം? ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നമുക്കിവിടെ എബിലിറ്റി ടു റിമെയിൻ ഇൻ റെഡ് ഹോട്ട് കണ്ടീഷൻ ഫോർ എ ലോങ് ടൈം എന്നും കൂടെ ചേർക്കാം. Ability to remain in red hot condition for a long time without getting oxidized. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് സേഫ്റ്റി ഫ്യൂസ് ആണ്. സേഫ്റ്റി ഫ്യൂസ്. ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അനുസരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റി ഫ്യൂസിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഫ്യൂസ് വയർ ആണ്. ഈ ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ് കൊണ്ടാണ്. സോ ഫ്യൂസ് വയർ ഈസ് മേഡ് അപ്പ് ഓഫ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. ഒരു സർക്യൂട്ടിൽ ഫ്യൂസ് വയർ എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റും ആയിരിക്കും. സോ ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് ടു എ സർക്യൂട്ട്. Then it has low melting point. ലോ മെൽറ്റിംഗ് പോയിന്റ് ആകുമ്പോഴത്തെ ഗുണം എന്താണ്? ഇവിടെ ഒരു അപ്ലയൻസ് ഉണ്ട്. അപ്ലയൻസിന് സീരീസ് ആയിട്ട് ഒരു ഫ്യൂസ് വയർ ഉണ്ട്. സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് വയറിലൂടെ കറണ്ട് കടന്നുപോയി, ഈ അപ്ലയൻസിലൂടെ കറണ്ട് കടന്നുപോയി, സർക്യൂട്ട് കംപ്ലീറ്റ് ആകും. എപ്പോഴെങ്കിലും എക്സസ് കറണ്ട് ഉണ്ടായാൽ ഈ ഫ്യൂസ് വയർ ചൂടാകും. കാരണം നമ്മൾ പറയുന്നുണ്ട് ജൂൾസ് ലോ അനുസരിച്ച് ഐ കൂടിയാൽ എച്ച് കൂടും. എക്സസ് കറണ്ട് വന്നുപോയാൽ ഈ ഫ്യൂസ് വയറിലെ ഹീറ്റ് ജനറേഷൻ കൂടിപ്പോകും. ഫ്യൂസ് വയറിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഈ ഫ്യൂസ് വയർ അപ്പോൾ തന്നെ മെൽറ്റ് ചെയ്യും. ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ ഗുണം? ഈ സർക്യൂട്ട് ഓപ്പൺ ആകും അല്ലെ? കറണ്ട് ഈ അപ്ലയൻസിലോട്ട് കടക്കത്തേ ഇല്ല. അങ്ങനെ ഈ അപ്ലയൻസ് പ്രൊട്ടക്ട് ചെയ്യപ്പെടും. അതുകൊണ്ട് ഈ ഫ്യൂസ് വയറിന് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് എന്നാണ് പറയുന്നത്. So why is fuse used in a circuit called safety fuse? Because if excess current flows through the circuit, the fuse wire melts and breaks the circuit. Thus it protects us as
വെൽ ആസ് ദ അപ്ലയൻസസ് ഫ്രം ഡാമേജ്. നമ്മളെയും ആ അപ്ലയൻസസിനെയും ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഫ്യൂസിനെ നമ്മൾ എന്ത് പറയുന്നത്, സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുന്നത്. കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ ഫ്യൂസ് വയർ ചൂടാകുന്നുണ്ട്. പക്ഷേ ഈ ഫ്യൂസ് വയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് അത് സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റും ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴെങ്കിലും എക്സസ് കറണ്ട് വന്നുപോയാൽ ഫ്യൂസ് വയറിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് മുഴുവൻ സറൗണ്ടിങ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഫലത്തിൽ ഫ്യൂസ് വയറിലെ ടെമ്പറേച്ചർ കൂടും. ഫ്യൂസ് വയറിലെ ടെമ്പറേച്ചർ കൂടി കഴിയുമ്പോൾ എന്ത് പറ്റും, ഫ്യൂസ് വയർ മെൽറ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ സർക്യൂട്ടിനെ ഫ്യൂസ് വയർ അല്ലെങ്കിൽ ഈ അപ്ലയൻസിനെ ഫ്യൂസ് വയർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇനി ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു സർക്യൂട്ടിൽ എക്സസ് കറണ്ട് ഉണ്ടാകുന്നത്? ഒന്നാമത്തേത് ഷോർട്ട് സർക്യൂട്ട്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേം ആണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസിന്റെ അഭാവത്തിൽ ഒരു ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിൽ കൂട്ടിമുട്ടുകയോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസിന്റെ ആബ്സെൻസിൽ മെയിൻസിൽ നിന്നുള്ള 2 വയറുകൾ കൂട്ടിമുട്ടുകയോ ചെയ്താൽ ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുന്നു. If the positive and the negative terminals of a battery or the 2 wires from the mains come into contact without the presence of a resistance in between, they are said to be short circuited. എക്സസ് കറണ്ടിന്റെ ഒരു കാരണം ഷോർട്ട് സർക്യൂട്ട് ആണ്. രണ്ടാമത്തേത് ഓവർലോഡിംഗ് ആണ്. ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന അപ്ലയൻസസിന്റെ ടോട്ടൽ പവർ ആ സർക്യൂട്ടിന് താങ്ങാവുന്നതിനും അപ്പുറമായി പോയാൽ ആ സർക്യൂട്ട് ഓവർലോഡഡ് ആണ് എന്ന് പറയുന്നു. A circuit is said to be overloaded if the total power of all the appliances connected to it is more than what the circuit can withstand. നിങ്ങളുടെ പേജ് നമ്പർ 20 കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ വെച്ച് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് കോസ് ഹൈ ഇലക്ട്രിക് കറന്റ് ലീഡിംഗ് ടു ദ മെൽറ്റിംഗ് ഓഫ് ഫ്യൂസ് വയർ? ഫ്യൂസ് വയർ ഉരുകിപ്പോകാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തെല്ലാമാണ്? ഒന്നാമത്തേത് ഷോർട്ട് സർക്യൂട്ട്, രണ്ടാമത്തേത് ഓവർലോഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഹൗ ഈസ് ദ ഫ്യൂസ് വയർ കണക്റ്റഡ് ടു എ സർക്യൂട്ട് ഇൻ സീരീസ് ഓർ പാരലൽ? ഏതാണ് ആൻസർ? In series. Next question. You know that according to Joule's law, more heat will be produced when electric current is increased. What happens to the fuse wire due to this? Joule's law അനുസരിച്ച് കറണ്ട് കൂടിയാൽ കൂടുതൽ ഹീറ്റ് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫ്യൂസ് വയറിന് എന്ത് പറ്റും? The fuse wire melts. Next question. When heat is generated, why does the fuse wire melt? Fuse wire എന്തുകൊണ്ടാണ് മെൽറ്റ് ചെയ്തത്? Because it has low melting point. Then when fuse wire melts, the circuit is broken. What happens to the current in the circuit? Fuse wire melt ചെയ്യുമ്പോൾ സർക്യൂട്ട് ബ്രേക്ക് ആകും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അകത്തോട്ടുള്ള കറണ്ടിന് എന്ത് പറ്റും? The current stops flowing. അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുന്നത് നിൽക്കും. ഈ ഫ്യൂസ് വയർ കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പല അപ്ലയൻസും പല ഇന്റൻസിറ്റിയിലുള്ള കറണ്ട് ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് അപ്രോപ്രിയേറ്റ് ആംബിയറേജ് ഉള്ള ഫ്യൂസ് വയർ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. സോ ഫ്യൂസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംബിയറേജ് should be used. Amperage എന്ന് പറഞ്ഞാൽ it is the ratio of the power of the appliance to the voltage applied.
So amperage is equal to power of the appliance divided by voltage applied. അല്ലെങ്കിൽ നമുക്ക് amperage is equal to പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്, വാട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് എന്ന് എഴുതാം, ഓർ W ഡിവൈഡഡ് ബൈ V. ഈ ഇക്വേഷനിൽ നമുക്കൊരു കാര്യം വ്യക്തമാണ്, നമ്മുടെ അപ്ലയൻസിന് പവർ കൂടുതലാണെങ്കിൽ ആ ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് കൂടുതലായിരിക്കണം. നമ്മുടെ അപ്ലയൻസിന്റെ പവർ കുറവാണെങ്കിൽ ഫ്യൂസ് വയറിന്റെ ആംപിയറേജ് കുറവ് മതി. അപ്പോൾ ഫ്യൂസ് വയർ ഓഫ് അപ്രോപ്രിയേറ്റ് ആംപിയറേജ് ഷുഡ് ബി യൂസ്ഡ്. അടുത്ത പോയിന്റ്, ഈ ഫ്യൂസ് വയറിന്റെ എൻഡ്സ് അപ്രോപ്രിയേറ്റ് പോയിന്റ്സിൽ ഫേം ആയിട്ട് ഫിക്സ് ചെയ്യണം. The ends of the fuse wire should be fixed firmly at appropriate points. ഫ്യൂസ് വയർ കാണപ്പെടുന്ന ആ പാർട്ടിന് നമ്മൾ കാരിയർ എന്നാണ് പറയുന്നത്. ഈ ഫ്യൂസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലേ, ആ സോക്കറ്റിന് നമ്മൾ ബേസ് എന്നാ പറയുന്നത്. ഈ കാരിയർ ഈ ബേസിലേക്ക് നമ്മൾ നല്ലതുപോലെ ഫേം ആയിട്ട് വെച്ച് കഴിയുമ്പോൾ ആ കാരിയർ ബേസ് ജംഗ്ഷൻ, ആ ചേരുന്ന ഭാഗം, അതിലൂടെ ഈ ഫ്യൂസ് വയർ വെളിയിലേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കാൻ പാടില്ല. അപ്പൊ അതാണ് അടുത്ത പോയിന്റ്, ദ ഫ്യൂസ് വയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദ കാരിയർ ബേസ്. ഇത്രയും കാര്യങ്ങളാണ് ഫ്യൂസ് വയറിനെ കുറിച്ച് ഓർക്കേണ്ടത്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് പവർ ആണ്. പവർ എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. പവർ ഈസ് ദ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്, അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം. ഇലക്ട്രിക് പവർ എന്ന് പറഞ്ഞാൽ ഒരു അപ്ലയൻസ് യൂണിറ്റ് ടൈമിൽ ചെയ്യുന്ന വർക്കാണ്. ആ അപ്ലയൻസ് വർക്ക് ചെയ്യണമെങ്കിൽ എന്തെടുത്താൽ പറ്റും, അല്ലെ എന്ത് യൂസ് ചെയ്താൽ പറ്റും, എനർജി യൂസ് ചെയ്യണം അല്ലെ, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി യൂസ് ചെയ്യണം. സോ ഇലക്ട്രിക് പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം ആണ്, വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ യൂണിറ്റ് ടൈം. അതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റില് ബോക്സിൽ തന്നിട്ടുണ്ട്, ദ എമൗണ്ട് ഓഫ് എനർജി കൺസ്യൂംഡ് ബൈ ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസ് ഇൻ യൂണിറ്റ് ടൈം ഈസ് ഇറ്റ്സ് പവർ. പവറിന്റെ ഇക്വേഷൻ P is equal to W by T ആണ്. ഈ അപ്ലയൻസ് ചെയ്ത വർക്ക് എന്തായിട്ടാണ് മാറ്റപ്പെടുന്നത്? നമ്മൾ ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വർക്ക് എന്തായിട്ടാണ് മാറ്റപ്പെടുന്നത്, ഏത് എനർജി ഫോമിലേക്കാണ് മാറ്റപ്പെടുന്നത്? ഹീറ്റ് എനർജിയിലേക്കാണ് മാറ്റപ്പെടുന്നത് അല്ലേ. സോ H ഡിവൈഡഡ് ബൈ T. Hന്റെ ഇക്വേഷൻ എന്താണ്? I² RT ഡിവൈഡഡ് ബൈ Tയും കൂടെ വരും അല്ലേ. ഈ രണ്ട് T കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? I² R എന്ന് കിട്ടും. സോ പവറിന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടി, P is equal to I² R. ഇനി നമുക്ക് ഈ ഐക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓംസ് ലോ അനുസരിച്ച് V is equal to I into R അല്ലേ. സോ വാട്ട് ഈസ് I? I is equal to V by R. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് പവർ? പവർ ഈസ് ഈക്വൽ ടു ഐയുടെ സ്ഥാനത്ത് V by R കൊടുക്കുക. സോ V² by R² എന്ന് വരും, കാരണം I² ഉണ്ടല്ലോ അതുകൊണ്ടാണ്, ഇൻറ്റു R. ഒരാറ് കട്ട് ചെയ്ത് പോകും അല്ലേ. കട്ട് ചെയ്ത് പോയി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V² ഡിവൈഡഡ് ബൈ R എന്ന് കിട്ടും. സോ പവറിന് നമുക്ക് ഒരു ഇക്വേഷനും കൂടെ കിട്ടി, P is equal to V² ഡിവൈഡഡ് ബൈ R. ഇനിയും ഈ ഇക്വേഷനിൽ നമുക്ക് ആറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. V is equal to I into R ആണ്. Then what is R? R is equal to R മാത്രം ഒരു സ്ഥാനത്ത് കിടക്കണം, ഈ വശത്ത് കിടക്കണം, I ഇപ്പുറത്തോട്ട് വരണം അല്ലെ, ഇപ്പുറത്തെ ഡിനോമിനേറ്റർ വരും. സോ R is equal to V by I. Therefore what is P? P is equal to
ഐ സ്ക്വയർ ഇൻറ്റു ആറിന്റെ സ്ഥാനത്ത് ബി ബൈ ഐ എന്ന് കൊടുക്കുക. ഒരൈ കട്ട് ചെയ്ത് കളയാമല്ലോ. ബാക്കി എന്ത് കിട്ടും? ഐ ഇൻറ്റു വി എന്ന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് വി ഇൻറ്റു ഐ എന്ന് എഴുതാം. സോ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. അങ്ങനെ പവറിന് നമുക്ക് 3 ഇക്വേഷൻ കിട്ടി. എച്ചിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി, എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി, എച്ച് ഇസ് ഈക്വൽ ടു വി ഐ ടി. ആ 3 ഇക്വേഷനിലെ ടി കളഞ്ഞാൽ പവറിന്റെ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ, പി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ, പി ഇസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. പവറിന്റെ യൂണിറ്റ് വാട്ട് ആണ്. വാട്ട് is denoted by capital letter W. ഇനി നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. An appliance of power 540 watt is used in a branch circuit. P is equal to 540 watt. If the voltage is 230 volt, so V is equal to 230 volt. What is its amperage? Amperage in the equation endana? Amperage is equal to power of the appliance divided by voltage applied. Allengil wattage divided by voltage, that is equal to power എത്രയാണ്? 540 divided by voltage 230. ഇത് നിങ്ങൾക്ക് 2.347 ആംപിയർ എന്ന് വരും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 7 ആയതുകൊണ്ട് ഇത് 2.35 എന്ന് റൗണ്ട് ചെയ്യാം. അല്ലെങ്കിൽ 2.35 ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 2.4 എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ചെയ്യാം. സോ ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2.4 ആംപിയർ. എളുപ്പമല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A heating appliance has a resistance of 115 ohm. So R is equal to 115 ohm. If 2 ampere current flows through it, so I is equal to 2 ampere. What is the power of the appliance? വളരെ എളുപ്പമാണ്. പവറിന്റെ ഏത് ഇക്വേഷൻ എടുത്താൽ മതി? ഐയും ആറും ആണ് തന്നിട്ടുള്ളതെങ്കിൽ P is equal to I square R. That is equal to 2 square into 115. That is 4 into 150. That is equal to 460. Unit എന്താണ്? Watts. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A current of 0.4 ampere flows through an electric bulb working at 230 volt. So current എത്രയാണ്? 0.4 ampere. Voltage എത്രയാണ്? 230 volt. What is the power of the bulb? വളരെ എളുപ്പമാണ്. വിയും തന്നിട്ടുണ്ട്, ഐയും തന്നിട്ടുണ്ട്. പവർ കണ്ടുപിടിക്കാൻ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി? P is equal to V into I. That is 230 into 0.4. എത്ര കിട്ടുമത്? 92 വാട്ട്സ് എന്ന് കിട്ടും. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിന്റെ എല്ലാ ടോപ്പിക്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലൈറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.